ഓക്കെ, ഇത് നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ക്ലാസ്. സോ എല്ലാവർക്കും വളരെ ഹാർദവമായും വളരെ സന്തോഷത്തോടെയും എൻ്റെ ഫ്രം മൈ ഹാർട്ട് ഐ വെൽക്കം യു. ടുഡേ വി ആർ ഗോയിങ് ടു ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഹെൽത്തി ആയിരിക്കുക, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കാൻ നമ്മൾ പല കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് കൊണ്ടുവന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഒരു ബ്രീത്തിങ് എക്സർസൈസോ ഒരു ഫിസിക്കൽ എക്സർസൈസോ ഒരു ഡയറ്റ് കൺട്രോളോ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഹെൽത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഹെൽത്തിലേക്ക് എത്തിക്കൊണ്ട് സന്തോഷവും സമാധാനവും കൂടി നമ്മുടെ മനസ്സിലും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ശരീരവും ഹെൽത്തി ആയിരിക്കുള്ളൂ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, എങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് നമ്മൾ വ്യക്തമായി നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ചില ആളുകൾ വലിയ പ്രശ്നമുണ്ടായാലും ശാന്തമായി സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്. എന്നാൽ ചില ആളുകൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തന്നെ പരിഭ്രാന്തരാകുന്നു. എന്നാൽ ചില ആളുകൾ എന്ത് പ്രശ്നം വന്നായാലും അതിനെ ശാന്തതയോടെ നേരിടാൻ സാധിക്കുന്നു. അവർ സന്തോഷത്തോടെ ജീവിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ടാവും. കാരണം അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രശ്നവും ഒരു കാലത്തും പെർമനന്റ് അല്ല. എല്ലാ പ്രശ്നങ്ങളും കുറെ സമയം എടുത്തു കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ടാവും. നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ടാവും. നമ്മളൊരു പ്രശ്നം വന്ന് ആ പ്രശ്നമായിട്ട് നമ്മൾ അങ്ങോട്ട് താതാമ്യപ്പെടുന്നതിനല്ല ഞാൻ പറയുന്നത്. ഒരു പ്രശ്നമുണ്ടാവും, ആ പ്രശ്നം മനുഷ്യർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത് മാത്രമേ പ്രകൃതി നിങ്ങൾക്ക് തരികയുള്ളൂ. അപ്പോൾ നമ്മൾക്കൊരു പ്രശ്നം തരുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, അത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കുക, അതിനൊരു ഒരു പ്രതിവിധി കണ്ടെത്തി നമ്മൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനാണ് ഓരോ പ്രശ്നങ്ങളും നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അതിനെ കോപ്പപ്പ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും സാധിക്കുന്നു. അതേസമയം ചില ആളുകൾ ചെറിയ പ്രശ്നം വന്നാലും തകർന്നു പോകുന്നത് എന്തുകൊണ്ട്? നമ്മൾ വളരെ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളല്ല, നമ്മുടെ മനോഭാവമാണ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രകൃതിയിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും അല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സത്യമായി പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ആർക്കുമില്ല എന്ന് പറയാം. നമ്മൾ വിചാരിക്കും അയൽപക്കത്തുള്ള ചില ആൾക്കാർ വളരെ സന്തുഷ്ടമായിട്ടാണ് ജീവിക്കുന്നത്, കാരണം അവരെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പൈസയുണ്ട്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടാവും. എല്ലാ വ്യക്തികൾക്കും, ഏത് നിലയിലുള്ള വ്യക്തികൾക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പണമുള്ളവർക്ക് പ്രശ്നമുണ്ട്, ആരോഗ്യന്മാർക്കും പ്രശ്നമുണ്ട്, ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്ക് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് മാത്രമല്ല പ്രശ്നമുള്ളത്, ഏതൊരു തരത്തിലുള്ള ആളുകൾക്കും പ്രശ്നമുണ്ട്. അതുകൊണ്ട് വരുന്ന പ്രശ്നത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകൾ വളരുന്നു, ചില ആളുകൾ തളർന്നു പോകുന്നു. എന്തുകൊണ്ട്? അവരുടെ മനസ്സിന്റെ രീതിയാണ്, അവരുടെ മൈൻഡ് സെറ്റാണ് ഇതിനെല്ലാം കാരണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മൈൻഡ് സെറ്റ്? ആ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ ചിന്തിക്കുന്ന വിധം, നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് കടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ട്. ചിലത് ഭക്ഷണമായിട്ട് വെള്ളമായിട്ടാണെങ്കിൽ, ചിലത് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലാണ്. ആ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രതികരിക്കുന്ന വിധം, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും അതിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ ലോകത്തെ കാണുന്ന രീതിയാണ് മൈൻഡ് സെറ്റ്.
ആ ഒരു പോസിറ്റീവായിട്ട് എന്തിനേയും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്മകളാണെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും, നമ്മൾക്ക് അങ്ങനെ വിചാരിക്കാൻ സാധിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരും നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളും കാര്യങ്ങളെ കാണുന്ന ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവസരം, എന്ത് പ്രശ്നം വരുമ്പോഴും അതൊരു അവസരമായിട്ട് കാണും. കാരണം ഈ ലോകത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ലോകത്തിൽ ഒരു ബിസിനസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. ഓരോ വ്യക്തികളും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നോക്കിയാലും അതെല്ലാം ആരുടെയെങ്കിലും വിയർപ്പാണ്, ആരെങ്കിലും ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മളും സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് ലോകത്തിൽ അതിനൊരു ബിസിനസ് ആയിട്ട് മാറുന്നത്. ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിലർ കാണുന്നു, ആ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. കുറച്ച് ആളുകൾ ആ മാർഗങ്ങൾ സാധാരണ പ്രശ്നമുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതാണ് ഒരു ബിസിനസ്. എന്താണ് ബിസിനസ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലുള്ളവരെല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ജോലിക്കാർ വേറെ, ബിസിനസ്സുകാർ വേറെ എന്നില്ല. നിങ്ങൾ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തൊഴിലും ഒരു ബിസിനസ്സാണ്. അത് ചിലപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കാം, സർവീസ് ആയിട്ടായിരിക്കാം, നിങ്ങൾ എന്തിനും ഒരു വരുമാനം, സാലറി, കമ്മീഷൻ, ഇതിനെല്ലാമായിട്ട് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം ബിസിനസ്സാണ്. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഓരോന്നും, ഓരോ സർവീസും, ഓരോ പ്രൊഡക്റ്റും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് കണ്ടെത്തുന്ന ആൾക്കാരാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ. അതേസമയം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാത്രം കാണുന്നതാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ വരുന്നത് അത് പഠിക്കുക, ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഒരു പ്രതിസന്ധി വരുന്നതിനെ കുറിച്ച് പഠിക്കുകയും അതിനൊരു മാർഗം, പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുകയാണ് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. പക്ഷെ പ്രതിസന്ധി വരുമ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ളവർ പേടിക്കും, ആ പ്രശ്നങ്ങളെ പേടിക്കും. ഇത് ലോകാവസാനമാണെന്നും ഇതെല്ലാം തീരാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞ് പേടിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ഈ ലോകാവസാനം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടു തുടങ്ങിയതാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ളവർ എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പല ആളുകളും നിർത്തിവെക്കും. കാരണം എന്ത് കാര്യം തുടങ്ങിയാലും കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്താണ്, അതൊരു ബിസിനസ് ആകട്ടെ, ഒരു ജോലി ആകട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിനൊരു ഫ്രൂട്ട് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോ ആരോഗ്യം വേണം എല്ലാ ഡിസംബർ 31 ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിന് ജനുവരി 1 തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എക്സർസൈസ് ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യം, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനത്തിലേക്ക് എത്തുക. സാധാരണക്കാര് ഒരു പ്രശ്നം വരുമ്പോ നിർത്തിവെക്കും, നടക്കാൻ പോകും, മഴ വരുമ്പോ നിർത്തിവെക്കും. അപ്പൊ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ എവിടെ എത്തിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. സ്ട്രെസ്സിലേക്ക് ഉണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബ പ്രശ്നം ഉണ്ടാകും. ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്രീത്തിങ് ആണ് അതിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളുടെ ആൻസൈറ്റിയും നമ്മുടെ സ്ട്രെസ്സും കുറയ്ക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിയായ രീതിയിൽ ഡീപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ഉണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു ഹാളിൽ ഇരിക്കുന്നു, സ്റ്റേജിൽ നിൽക്കുന്ന ആള്, ഞാനിപ്പോൾ കുറച്ച് ആളുകളെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഒരു പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് ഹാർട്ട് ബീറ്റ് കൂടും, ദീർഘശ്വാസം നല്ല സ്പീഡിൽ
ശ്വാസം എടുക്കാൻ തുടങ്ങും. അതൊക്കെ ശരീരത്തിന്റെ ഒരു ആക്ഷനാണ്, റിഫ്ലെക്സ് ആക്ഷനാണ്. നമ്മൾ ആ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഫെയറിൽ നിന്നുണ്ടാകും. അത് ഓട്ടോമാറ്റിക്കലി നടക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിനോട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡീപ്പായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സ്ട്രെസ് വരും, സ്ട്രെസ് വന്നാൽ നമുക്ക് ആൻസൈറ്റി വരും, ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അതിന് മെഡിസിൻ കഴിച്ചാൽ പിന്നെ തുടരെ വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. അത് പിന്നെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ വരുമാനത്തിൽ പ്രശ്നം ഉണ്ടാവും, അപ്പൊ പിന്നെയും കുടുംബ പ്രശ്നം ഉണ്ടാവും. അതൊക്കെയാണ് കണ്ടിന്യൂസ് ഒരു ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മളിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മളാണ് ഇതിനെല്ലാം കാരണക്കാര്. നമ്മൾ ഈ പ്രകൃതി നമ്മൾക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിന് ഗുണം കിട്ടുകയുള്ളൂ. പ്രവർത്തിച്ചാൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. ഒരു കാര്യം പഠിച്ച് നമ്മുടെ മനസ്സിൽ വെച്ചതുകൊണ്ട് ഒന്നും നമ്മൾക്ക് സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ, സ്ട്രെസ്, ഡയറക്ഷൻ ഇല്ല, ഇതെല്ലാം കാരണമാകുന്ന നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തി. നമ്മൾ ഈ ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കും. ലോജിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കും. നമ്മളിലേക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മാർഗം തെളിഞ്ഞു വരും. നമ്മളുടെ മനസ്സിനൊരു തെളിവ് ഉണ്ടാകും എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്ത് പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചിന്തിക്കാൻ, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ എന്ത് പ്രശ്നം വരുമ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് അതിന് പരിഹാര മാർഗം കണ്ടെത്താൻ സാധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. സോ എന്ന് ഞാനിത് മനസ്സിലാക്കിയോ അന്നാണ് എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഭയങ്കര ഇതാണ്. ഞാൻ വളരെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കിട്ടി എനിക്കൊരു വരുമാനമുള്ള കാലഘട്ടത്തിലാണ് എനിക്ക് ഈ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റും പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളം കൈ ഇറക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഞാൻ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. ആ പ്രശ്നങ്ങൾ വന്ന് ഞാനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് അവിടുത്തെ പടിപടിയായിട്ട് ഒത്തിരി ബുക്കുകൾ വായിക്കാനും റിസർച്ച് നടത്തിയുമാണ് എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ പഴയ കാലങ്ങളിലെ റെഗ്രറ്റ്, നമ്മൾ പഴയ പാസ്റ്റ് റെഗ്രറ്റ്, എനിക്ക് അന്ന് അങ്ങനെ ആകാമായിരുന്നു, അന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല നിലയിൽ എത്താമായിരുന്നു. ഇനി നമ്മൾക്കുള്ളതാണെന്ന് ഫ്യൂച്ചറിനെ കൊള്ളില്ല. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഫിയർ, കമ്പാരിസൺ, മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ. അവര് ബെറ്ററായി, ഇവര് ബെറ്ററായി. എന്തുകൊണ്ട് പ്രകൃതി ഭൂമിയിൽ പല തരത്തില് ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നു. പല തരത്തില് നമ്മളെ ആളുകൾ, ചിലവർക്ക് ഒത്തിരി റിച്ച് ആണ്, ചില ആളുകൾക്ക് ആ റിച്ച്നെസ് ഇല്ല. ചില ആൾക്കാർ മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ. ചില ആളുകൾക്ക് കഴിവ് കൊടുത്തിരിക്കുന്നു, ചില ആളുകൾക്ക് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ കഴിവ് കേടും നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പലതരത്തിലുള്ള കഴിവുണ്ടെന്നും ആ കഴിവ് കണ്ടെത്താനുള്ള മാർഗം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുണ്ടായ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അപ്പൊ നമ്മളിനി അത് അങ്ങനെ സംഭവിച്ചു, എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാം എന്നല്ല ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കാൻ ഏത് പ്രായത്തിലാണെങ്കിലും പഠിക്കാൻ തയ്യാറാവുകയും നമ്മൾ ഇപ്പോഴും പഠിക്കാൻ, നമ്മൾ പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് ആ പ്രോബ്ലം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. അത് വളരെ എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇത്രമാത്രം ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഒരു കാര്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ആൻഡ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഭാവിയെ കുറിച്ചോ ചിന്തിക്കുക. അതിങ്ങനെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പുഴയ്ക്ക് അക്കരെ കെട്ടിയിരിക്കുന്ന ഒരു നായ നല്ല രീതിയിൽ കുരയ്ക്കുകയാണ്. ഒരു കാരണവന് പറയാണ്, എങ്ങാനും ഈ പുഴയിലെ വെള്ളം, നല്ല വെള്ളം ഉള്ള സമയത്താണ്, ആള് പറയും, എങ്ങാനും പുഴയിലെ വെള്ളം പറ്റുകയും ആ പട്ടിയുടെ തൊടൽ അറ്റുപോവുകയും ചെയ്താൽ എന്നെ വന്ന് കടിക്കില്ലേ എന്ന് ചിന്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ മാനസികാവസ്ഥ നമ്മൾ ഒഴിവാക്കുക. ഭാവിയിലേക്ക് വേണ്ടി എല്ലാം സുരക്ഷിതമായി പ്രകൃതി നമ്മൾക്ക് തന്നിട്ടുണ്ട്. 90% ആളുകളും അവരുടെ മനസ്സിൽ തന്നെ കുടുങ്ങി ജീവിക്കുകയാണ്.
അത് പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെ സംഭവിച്ചു, ഇനി ഭാവിയിൽ ഇങ്ങനെയാണ് കൂടുതൽ സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് അധികം ആൾക്കാരും. 80-20 റേഷ്യോ എന്നാണ് ഞാൻ സാധാരണ പറയും. ഇവിടെ ഒരു 90% ആളുകളും അങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശ്വാസം നമ്മുടെ മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കുന്നു. ഡീപ് ബ്രീത്തിങ്, കാം മൈൻഡ്. ഡീപ് ബ്രീത്തിങ് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് അത് സാധിക്കുള്ളൂ. അത് ഡീപ്പായിട്ട് ശരിയായ രീതിയിലാണോ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കൂടി മനസ്സിലാക്കുക. ഷാലോ ബ്രീത്തിങ് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. ശ്വാസം ശരിയാക്കിയാൽ മനസ്സ് മാറും എന്നുകൂടി മനസ്സിലാക്കുക. സോ ഇമ്പോർട്ട് കൺട്രോൾ, നിങ്ങൾ കാണുന്നത് കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിർമ്മിക്കുന്നു. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് എത്തുന്നതിനെല്ലാം നല്ല രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കാം. നമുക്ക് ഇല്ലാത്തത് നോക്കാതെ നമുക്ക് ഉള്ളത് കാണാൻ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസറ്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ബൈബിളിൽ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ താഴ്ത്തി ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നല്ലത് വരും എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്ന കാര്യമല്ല, നമ്മൾക്ക് നല്ലത് വരുന്നു, നമ്മളുടെ ഡ്രീംസ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ണുകൾ താഴ്ത്തി എന്ന് പറയുന്നത്, നമ്മളെക്കാളും മോശമായിട്ട് ജീവിക്കുന്ന പല ആളുകളും നാട്ടിലുണ്ട്. നമുക്ക് കിട്ടിയ നന്മകൾ, അതിനാണ് നിങ്ങൾ ചില സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ 100% നല്ല കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് നല്ല അസറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ബുക്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാം. ആക്ഷൻ ഇല്ലെങ്കിൽ മൈൻഡ് സെറ്റ് മാറില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്ന കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങളിൽ ആക്ഷനിലേക്ക് വരണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ തോട്ട്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. ഇതൊക്കെയാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ റൊട്ടീൻ എന്ന് പറയുന്ന, രാവിലെ മോർണിംഗ് എഴുന്നേറ്റിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ബെഡേൽ ഇരിക്കുക, ചാടി എഴുന്നേറ്റ് ആദ്യമേ തന്നെ ഒരു 10 മിനിറ്റ്, ആവശ്യത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് അലാറം വെച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുക. എന്തും ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. എന്നും നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേക്കുക, അതൊരു പ്രാക്ടീസ് ആക്കുക. ഇനിയിപ്പോൾ ലേറ്റ് ആയിട്ട് ഉറങ്ങാനേ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റാൽ ഇൻ ബിറ്റ്വീന് നിങ്ങൾ മെഡിറ്റേഷൻ എടുത്തുകൊണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് നേരം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഉറങ്ങുന്നതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ മോർണിംഗ് ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവ് തോട്ട്സ്, അതായത് മെഡിറ്റേഷൻ, തന്നിരിക്കുന്ന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ പോസിറ്റീവ് ഇമ്പോർട്ട്സ്, എന്ത് കാണുന്നതിന് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. നൈറ്റില് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. താങ്ക് യു എന്ന് പറയാൻ, നമ്മൾക്ക് അന്ന് ലഭിച്ച എല്ലാ നന്മകളെ കുറിച്ചും ഒന്ന് ഓർത്തെടുത്ത് താങ്ക്സ് പറയുന്ന ഇതിലേക്ക് നമ്മൾ എത്തുക. അതെല്ലാം നമ്മുടെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാം. അവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്ക് എന്തുകൊണ്ട് പ്രശ്നം, ചില ആളുകൾക്ക് പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. എന്താണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി, അതിനുള്ള പ്രതിവിധികളും നിങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഇന്നു മുതൽ, രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.